നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 10 ഉപദേശങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത്, ഇഹ്രിസൂ, നിങ്ങൾ കൃഷി ചെയ്യണം. ഫ ഇന്നൽ ഹർസ മുബാറക്കുൻ, കൃഷിയിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യണം, അപ്പോൾ അതിൽ ബറക്കത്ത് അല്ലാഹു തആല തരും എന്ന്. കൃഷി ചെയ്താൽ, ഒരു പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്താൽ അതിൽ ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവും ഫലങ്ങൾ. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യും, തരും. അപ്പോൾ കൃഷിയിൽ എപ്പോഴും ബറക്കത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ബറക്കത്തുള്ളൊരു കാര്യമാണ് എന്ത്, കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ കൃഷി ചെയ്യണം, അതിൽ ബറക്കത്തുണ്ട് എന്ന്. ഒരുപാട് സമ്പത്ത് നമുക്ക് സമ്പാദിക്കാനും ഈ കൃഷി കൊണ്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് തന്നെ ഭക്ഷണത്തിന് കൃഷി ചെയ്ത ഫലങ്ങൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ധാരാളം ബറക്കത്തുള്ള ഒരു കാര്യമാണ് കൃഷി ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃഷി ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? തസദ്ദഖൂ, നിങ്ങൾ സ്വതക്ക ചെയ്യണം. ഫ ഇന്ന സ്വതഖത ഫകാക്കും മിനന്നാരി, സ്വതക്ക ചെയ്താൽ നിങ്ങളെ ആ സ്വതക്ക കാരണം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. അപ്പോൾ സ്വതക്ക ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യം എന്താണ്? നരകത്തിൽ നിന്ന് രക്ഷ നമുക്ക് ലഭിക്കും എന്ന്. അപ്പോൾ നമ്മൾ സ്വതക്ക ചെയ്യുന്നത് ഒരു ഭാരമായിട്ട് കാണാൻ പാടില്ല. അത് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മൂന്നാമത്തെ ഉപദേശം എന്താണ്? ത്വഹിറൂ അഫ്നിയത്തക്കും, നിങ്ങൾ മുറ്റം വൃത്തിയാക്കണം. ഫ ഇന്നൽ യഹൂദ, തീർച്ചയായിട്ടും യഹൂദികൾ ലാ തുത്വഹിറു അഫ്നിയത്തഹ, അവരുടെ മുറ്റം വൃത്തിയാക്കുകയില്ല. ജൂതന്മാരെന്ത് ചെയ്യൂല? മുറ്റം വൃത്തിയാക്കൂല. അപ്പോൾ മുസ്ലിമീങ്ങളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത്? മുറ്റം വൃത്തിയാക്കണം എന്ന്. ജൂതന്മാരെ പോലെ നമ്മൾ ആവാൻ പാടില്ല. അപ്പോൾ മുറ്റം വൃത്തിയാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇനി നാലാമത്തെ എന്താണ്? തനസ്സഹൂ മിനൽ ബൗൽ, നിങ്ങൾ മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാവണം. അഥവാ മൂത്രമൊഴിച്ചാൽ ശരിക്ക് വൃത്തിയാക്കണം. മൂത്രമൊക്കെ ശരിക്ക് പോയി എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് അതിൽ നിങ്ങൾ ശുദ്ധിയാവണം. കാരണം ഫ ഇന്ന ആമത്തു അദാബിൽ ഖബരി മിൻഹു, ഖബർ ശിക്ഷയുടെ മുഖ്യ കാരണം മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാവാത്തതാണ്. മൂത്രം ശരിക്ക് പോവാതെ വൃത്തിയാക്കിങ്ങ് പോരും ചില ആളുകൾ. കുട്ടികളിലൊക്കെയാണ് നമ്മളത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ കുട്ടികളെയൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം. മൂത്രമൊക്കെ ശരിക്ക് പോയതിന് ശേഷം നമ്മൾ അവരെ കഴുകി വൃത്തിയാക്കി കൊടുക്കണം, ചെറിയ കുട്ടികളൊക്കെ. അപ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ള ചെറിയ കുട്ടികളൊക്കെ, വലുതായി വരുന്ന കുട്ടികളൊക്കെ നമ്മൾ ആ ശീലം പഠിപ്പിക്കണം. ചെറുപ്പത്തിലേ നമ്മളങ്ങ് പഠിപ്പിച്ചാൽ അത് അവർ പ്രത്യേകം ശ്രദ്ധിക്കും. മൂത്രമൊക്കെ ശരിക്ക് പോയതിന് ശേഷം മാത്രമേ കഴുകാവൂ, കഴുകി വൃത്തിയാക്കണം എന്നൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ഖബർ ശിക്ഷയിൽ മുഖ്യമായ കാരണം, ഖബർ ശിക്ഷ അനുഭവിക്കുന്നവരിൽ കൂടുതലും അനുഭവിക്കാൻ കാരണം എന്താണ്? മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാവാത്തതാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിൻ്റെ ഉള്ളിൽ എന്താക്കുന്നുണ്ട്? അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നുണ്ട്. കാരണം എന്താ? മൂത്രം ശരിക്ക് വൃത്തിയാക്കാത്ത ആളായിരുന്നു. കണ്ടോ? അപ്പോൾ
ഖബറിൻ്റെ അദാബ് ലഭിക്കാനുള്ള കാരണമാണ് മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാവാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അഞ്ചാമത്തെ എന്താണ്? വഗ്ലിഖുൽ അബ്വാബ, നിങ്ങൾ വാതിലടക്കുക. വദ്കുറുസ്മല്ലാഹ്, ബിസ്മി ചൊല്ലുകയും ചെയ്യുക. എന്നിട്ട് പറയാണ് ഫ ഇന്ന ശൈത്വാന, തീർച്ചയായിട്ടും പിശാജ് ഷെയ്ത്വാൻ ലാ യുഫ്തഹു ബാബം മുഗ്ലഖാ, ബിസ്മി ചൊല്ലി അടക്കപ്പെട്ട വാതിൽ പിശാജിന് തുറക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലിയാണ് വാതിലടക്കേണ്ടത് എന്ന്. അങ്ങനെ അടച്ചാൽ പിന്നെ പിശാജിന് ആ വാതിൽ തുറക്കാൻ കഴിയില്ല. നമ്മുടെ വീട്ടിൽ ദുസ്വപ്നങ്ങളൊന്നും മക്കൾ നമ്മളൊന്നും കാണുകയില്ല, മറ്റുള്ള പിശാജിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലി വാതിലടക്കണം. എന്നാൽ പിശാജിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടുന്ന കാര്യമാണ് ബിസ്മി ചൊല്ലി വാതിലടക്കുക എന്നുള്ളത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആറാമത്തെ കാര്യം എന്താണ്? ഇൽസമു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ, സന്താനങ്ങളെ നിങ്ങൾ വിടാതെ പിന്തുടരണം. എന്നിട്ടോ വഹ്സിനു അദബഹും, അവർക്ക് നിങ്ങൾ സന്മാർഗത്തിൻ്റെ പരിശീലനം പഠിപ്പിക്കണം എന്ന്. നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അദബുകൾ. അപ്പം നമ്മൾ അവരെ പിന്തുടർന്നാൽ മാത്രമേ അവരെ എല്ലാ അദബുകളും നമുക്ക് പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മാതാപിതാക്കളെ ബഹുമാനിക്കാനും, അതുപോലെ തന്നെ ഉസ്താദുമാരെ ബഹുമാനിക്കാനും, അതുപോലെ മറ്റുള്ള ആളുകൾ വരുമ്പോൾ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. ഇങ്ങനെ വീട്ടിലും ആളുകളുടെ ഇടയിലൊക്കെ തന്നെ കുറേ മര്യാദകൾ പാലിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണത്തിൻ്റെ മര്യാദകളൊക്കെ പഠിപ്പിക്കണം, വസ്ത്രത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ചിട്ടകൾ, അതൊക്കെ നിങ്ങൾ പിന്തുടർന്ന് അവരെ പഠിപ്പിക്കണം. തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ പിന്തുടരണം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ പിന്തുടരണം. അങ്ങനെ അപ്പോൾ നമ്മൾ മക്കളെ പിന്നാലെ നന്മ ഉപദേശിച്ച് തിന്മ തടഞ്ഞുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ അവർ നല്ലവരായി തീരുകയുള്ളൂ. എപ്പോഴും ചെറുതല്ലേ, ചെറിയ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് തിന്മ ചെയ്യുന്നതിന് മിണ്ടാതിരുന്നാൽ അവർ പിന്നെ വലുതായാലും അങ്ങനെ തന്നെ ആയിരിക്കും. ചെറുപ്പത്തിലെ തിന്മകളൊക്കെ തിന്മകളാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. നന്മ ചെയ്താൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ അവരെ നമ്മൾ നല്ല മക്കളാക്കിയെടുക്കണം. ചെറുപ്പത്തിലെ നല്ല ഉപദേശങ്ങളും നല്ല രൂപത്തിൽ നൽകി അവരെ വളർത്തിയെടുക്കണം. ഇനി ഏഴാമത്തെ ഉപദേശം എന്താണ്? നവ്വിറൂ മനാസിലക്കും, നിങ്ങളുടെ വീടുകളെ പ്രകാശിപ്പിക്കണം. എങ്ങനെയാണ് പ്രകാശിപ്പിക്കേണ്ടത്? ബിസ്വലാത്തി വത്തിലാവത്തിൽ ഖുർആനി, നിസ്കാരം കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും നിങ്ങളെ വീടുകളെ പ്രകാശിപ്പിക്കണം. അപ്പോൾ നമ്മുടെ വീടുകളെ പ്രകാശിപ്പിക്കാനുള്ളൊരു മാർഗ്ഗമാണെന്ത്? ഖുർആൻ പാരായണം വീട്ടിൽ നടക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മഗ്‌രിബിന് ഇശാഇൻ്റെ ഇടയിലൊക്കെ ഖുർആൻ പാരായണം നടക്കണം. അതുപോലെ അല്ലാത്ത സമയത്തും ഖുർആൻ പാരായണം നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം. പരമാവധി സുബഹിൻ്റെ ശേഷവും അതുപോലെ തന്നെ രാത്രിയിലൊക്കെ കഴിയുന്ന അത്ര ഖുർആൻ പാരായണം ചെയ്താൽ, അതുപോലെ നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ, അതുപോലെ ഫർള് നിസ്കാരങ്ങളൊക്കെ നമ്മൾ സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്നാണല്ലോ ഫർള് നിസ്കാരം നിസ്കരിക്കുക. പുരുഷന്മാരൊക്കെ ഫർള് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകും. അപ്പോൾ പുരുഷന്മാർക്ക് തന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ
വീട്ടിലാണ് നല്ലത്. അപ്പോൾ വീട്ടിൽ നിസ്കാരം നടക്കണം, അതുപോലെ ഖുർആൻ പാരായണം നടക്കണം. അത് നമ്മൾ വീടിനെ പ്രകാശിപ്പിക്കലാണ് എന്ന്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഖുർആൻ പാരായണം നടക്കണം, നിസ്കാരമൊക്കെ ഉണ്ടായിരിക്കണം. നമ്മളെ മക്കളും എല്ലാവരും നിസ്കരിക്കുന്നവരായിരിക്കണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി 8ാമത്തെ എന്താണ്? ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. നിങ്ങൾ താഴെ ഉള്ളവരിലേക്കാണ് നോക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ പണം ഇല്ലാത്ത, സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. വലാ തൻദുറൂ അലാ മൻ ഹുവ ഫൗഖക്കും. മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. അങ്ങനെ പറഞ്ഞാൽ കൂടുതൽ സമ്പത്തുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. സമ്പത്ത് കുറഞ്ഞ പാവപ്പെട്ടവരിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഫഇന്നഹു അജ്ദറു അൻ ലാ യസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ നിസാരമാക്കാതിരിക്കാനാണ്, അതാണ് നല്ലത്. അപ്പോൾ അള്ളാഹു തആല നിങ്ങൾക്ക് തന്ന നിഅമത്തുകൾ അത് നിസാരമാക്കാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് നിങ്ങൾ പാവപ്പെട്ടവരിലേക്ക് നോക്കുന്നതാണ് നല്ലത്. പണക്കാരിലേക്ക് നോക്കി എനിക്ക് അവരെ പോലെ അല്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. പാവപ്പെട്ടവരിലേക്ക് നോക്കി അവരെക്കാളും അല്ലാഹു തആല എനിക്ക് തന്നിട്ടുണ്ടല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉപദേശിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ എന്താ, നമ്മൾ നിസാരായി കാണൂലേ, നമുക്ക് കിട്ടിയൊന്നും പോരാ, അള്ളാഹു തന്ന് പോരാ എന്നുള്ള നിലക്ക് നമ്മൾ നിസാരമായി കാണും. അപ്പം നമ്മൾ പാവപ്പെട്ടവരിലേക്ക് നോക്കുക, എന്നിട്ട് നമ്മൾ ചിന്തിക്കുക അള്ളാഹു എനിക്ക് വലിയ അനുഗ്രഹം തന്നിട്ടുണ്ട് എന്ന്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി 9ാമത്തെ ഉപദേശം എന്താണ്? ഇസ്തഇദ്ദൂ ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്. മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ മരണത്തിന് വേണ്ടി ഒരുങ്ങണം. മരണം ഏത് സമയത്താണ് വരിക എന്ന് പറയാൻ പറ്റൂലല്ലോ. ഏത് സമയത്താണ്, എവിടെ വെച്ചാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് വയസ്സിലാണ്, എപ്പോഴാണ് എന്നൊന്നും പറയാൻ പറ്റൂല നമ്മളെ റൂഹ് പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുങ്ങി നിൽക്കണം മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കണം. എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ മരണത്തിന് വേണ്ടി ഒരുങ്ങണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇനി 10ാമത്തത് എന്താണ്? ഇഖ്റഊ യാസീൻ അലാ മൗതാക്കും. നിങ്ങൾ മരണപ്പെട്ടവർക്ക് യാസീൻ പാരായണം ചെയ്യണം. മരണപ്പെട്ടു പോയവരെ മറന്നു പോകരുത്. അവർക്ക് യാസീൻ പാരായണം ചെയ്ത് ഹദിയ ചെയ്യണം. മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ നമ്മൾ യാസീൻ പാരായണം ചെയ്ത് മരണപ്പെട്ടവർക്ക് ഹദിയ നൽകണം. മരണപ്പെട്ടവർക്ക് ഫാത്തിഹ, യാസീൻ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയൊക്കെ ഓതി നമ്മൾ ഹദിയ ചെയ്ത് അവർക്ക് ദുആ ചെയ്യണം എന്ന്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 10 ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.